ശ്രീകൃഷ്ണ ശരണം ശ്രീകൃഷ്ണ ശരണം ശ്രീകൃഷ്ണ ശരണം ഹരേ ശ്രീകൃഷ്ണ ശരണം ഹരേ ശ്രീകൃഷ്ണ ശരണം ശ്രീകൃഷ്ണ ശരണം ശ്രീകൃഷ്ണ ശരണം ഹരേ ശ്രീകൃഷ്ണ ശരണം ഹരേ യദുകുലതിലകം യശോദബാലം ശ്രീകൃഷ്ണ ശരണം ഹരേ യദുകുലതിലകം യശോദബാലം ശ്രീകൃഷ്ണ ശരണം ഹരേ ശ്രീകൃഷ്ണ ശരണം ഹരേ വനമാലി കൃഷ്ണം വൈകുണ്ഠധാമം ഗോപാലചൂടാമണി വനമാലി കൃഷ്ണം വൈകുണ്ഠധാമം ഗോപാലചൂടാമണി ശ്രീകൃഷ്ണ ശരണം ഹരേ ശ്രീകൃഷ്ണ ശരണം ശ്രീകൃഷ്ണ ശരണം ശ്രീകൃഷ്ണ ശരണം ഹരേ ശ്രീകൃഷ്ണ ശരണം ഹരേ കാർമേഘവർണം കരുണാസമുദ്രം കമനീയകൃഷ്ണം ഭജേ കാർമേഘവർണം കരുണാസമുദ്രം കമനീയകൃഷ്ണം ഭജേ ശ്രീകൃഷ്ണ ശരണം ഹരേ ശ്രീകൃഷ്ണ ശരണം ശ്രീകൃഷ്ണ ശരണം ശ്രീകൃഷ്ണ ശരണം ഹരേ ശ്രീകൃഷ്ണ ശരണം ഹരേ ശ്രീകൃഷ്ണ ശരണം ശ്രീകൃഷ്ണ ശരണം ശ്രീകൃഷ്ണ ശരണം ഭജേ ശ്രീകൃഷ്ണ ശരണം ഹരേ ശ്രീകൃഷ്ണ ശരണം ഹരേ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. മായാബന്ധത്തിൽ നിന്ന് ഒരു ജീവന് രക്ഷപ്പെടാനുള്ള മാർഗം എന്താണെന്നുകൂടെ പറഞ്ഞു തരണമേ എന്ന് അപേക്ഷിച്ചു. പ്രബുദ്ധൻ എന്ന യോഗീശ്വരനാണ് അതിന് മറുപടി പറയുന്നത്. അദ്ദേഹം പറയുകയാണ്, ആത്മസാക്ഷാത്കാരം കൊണ്ടേ ഒരു ജീവന് സംസാരത്തിൽ നിന്ന് നിവൃത്തി കിട്ടൂ. സംസാരത്തിൽ വെറുപ്പ് വരാതെ ആത്മസാക്ഷാത്കാരത്തിനുള്ള പ്രയത്നവും ഉണ്ടാവാൻ പോകുന്നില്ല. സംസാരം ദുഃഖസ്വരൂപമാണെന്ന ബോധ്യം വരുമ്പോൾ അതിൽ വെറുപ്പ് വരും. തൻ്റെയും മറ്റുള്ളവരുടെയും അനുഭവങ്ങളെ നിരൂപിക്കുമ്പോൾ ഒരാളും ഈ സംസാരത്തിൽ എപ്പോഴും സുഖിക്കുന്നില്ലെന്നും സുഖിക്കാൻ വേണ്ടിയുള്ള പരിശ്രമം മാത്രമേ ഉള്ളൂവെന്നും പരിശ്രമങ്ങളുടെ ഫലമായി എപ്പോഴും ദുഃഖം മാത്രമാണ് അനുഭവിക്കേണ്ടി വരുന്നതെന്നും ബോധ്യമാവും. എല്ലാവർക്കും എപ്പോഴും ദുഃഖം മാത്രം കിട്ടിക്കൊണ്ടിരിക്കുന്ന ഈ സംസാരത്തിൽ സുഖത്തിനുള്ള പ്രയത്നം വെറും ഭ്രാന്തി മാത്രമാണെന്നും അതിനാൽ സംസാരത്തെ ഉപേക്ഷിച്ച് മറ്റേതെങ്കിലും പ്രകാരത്തിൽ സുഖത്തെ അന്വേഷിക്കേണ്ടിയിരിക്കുന്നുവെന്നും ബോധ്യം വരും. അപ്പോൾ ഗൃഹം വിട്ടിറങ്ങി മഹാത്മാവായ ആചാര്യനെ സമീപിക്കണം. ആചാര്യ ശുശ്രൂഷയോടും സൽക്കർമാചരണത്തോടും കൂടി കുറച്ചു കാലം കഴിയുമ്പോൾ സാധന ചതുഷ്ടയ സമ്പത്തിയും യമനിയമങ്ങളുമൊക്കെ സ്വായത്തങ്ങളായിത്തീരും. ഭാഗവത ധർമ്മങ്ങളെ പഠിച്ചും ആചരിച്ചും വേണ്ടത്ര ശുദ്ധിയും ഭക്തിജ്ഞാന വൈരാഗ്യങ്ങളും വളരുമ്പോൾ ആത്മതത്വത്തിൻ്റെ ശ്രവണ മനന നിധിധ്യാസങ്ങളിൽ കൂടെ ആത്മസാക്ഷാത്കാരവും ക്രമേണ കൈവല്യവും പ്രാപിക്കാം. അങ്ങനെ നരൻ നാരായണനായി മാറുമ്പോൾ മായയെ ജയിക്കാം. പ്രബുദ്ധ യോഗികളുടെ ഇപ്രകാരമുള്ള പ്രവചനം അവസാനിച്ചപ്പോൾ രാജാവ് നാരായണ സ്വരൂപിയായ ശ്രീഹരിയുടെ സ്ഥിതിയെക്കുറിച്ച് ചോദിക്കുകയാണ്. ഈ ജഗത്തിലൊട്ടാകെ സാമാന്യമായും ഓരോ വസ്തുവിലും ജീവിയിലും പ്രത്യേകമായി ഈശ്വരൻ എങ്ങനെ സന്നിധാനം ചെയ്യുന്നു?
അതിനെ എങ്ങനെ ഒരാൾക്ക് തിരിച്ചറിയാം എന്ന് പിപ്പലായന്യ യോഗീശ്വരനാണ് അതിന് മറുപടി പറയുന്നത്. ആദിത്യ ചന്ദ്രാദികളുടെ പ്രകാശം കൊണ്ടാണ് ലോകത്തിൽ ഏതൊരു വസ്തുവും കാണപ്പെടുന്നത്. എന്നാൽ എല്ലാറ്റിനെയും പ്രകാശിപ്പിക്കുന്ന ആദിത്യ ചന്ദ്രാഗ്നികൾക്ക് പ്രകാശം കിട്ടുന്നത് ഏതിൽ നിന്നാണോ, ആദിത്യ ചന്ദ്രാഗ്നികളെയും കാണുന്നത് ഏതൊരു പ്രകാശം കൊണ്ടാണോ അത് ഈശ്വര ചൈതന്യമാണ്. അത് സർവത്ര വ്യാപ്തമായിട്ടില്ലായിരുന്നെങ്കിൽ ആദിത്യ ചന്ദ്രാഗ്നികൾക്ക് പ്രകാശമുണ്ടാവാനോ ലോകത്തിൽ ഏതെങ്കിലും ഒരു വസ്തു കാണപ്പെടാനോ പോകുന്നില്ല. അങ്ങനെ തന്നെ ലോകത്തിലുള്ള എല്ലാ വസ്തുക്കളും അത്യന്തങ്ങളാണ്. അവയെ അറിയുന്നതിന് ഇന്ദ്രിയങ്ങളാണ്. ഇന്ദ്രിയങ്ങൾക്ക് അറിവ് കിട്ടുന്നത് മനസ്സിൽ നിന്നാണ്. മനസ്സിൽ അറിവുണ്ടായിത്തീരുന്നത് ബുദ്ധിയുടെ ചേർച്ച കൊണ്ടാണ്. ബുദ്ധിയും ജഡസ്വരൂപിയാണ്. ബുദ്ധിയിലുള്ള അറിവ് ബുദ്ധിയുടെ സ്വന്തമല്ല, മറ്റൊന്നിൽ നിന്ന് വരുന്നതാണ്. ബുദ്ധിയിലേക്ക് ജ്ഞാനം പ്രവഹിക്കുന്ന ആത്മസ്വരൂപിയായ ഈശ്വരങ്കൽ നിന്നാണ്. അതിനാൽ ലോകത്തിലുള്ള എല്ലാ അറിവുകളും ഈശ്വര സാന്നിധ്യം കൊണ്ടുണ്ടാവുന്നതാണ്. ഭഗവാന്റെ നിത്യസാന്നിധ്യം ജഗത്തിലില്ലായിരുന്നെങ്കിൽ ആർക്കും ഒന്നിനെയും അറിയാൻ കഴിയില്ലെന്ന് പറയണം. ഇതുപോലെ വസ്തുക്കൾക്കും ജീവികൾക്കും അവലംബവും ഈശ്വരൻ തന്നെ. എല്ലാ വസ്തുക്കളും ഭൂമിയെ ആശ്രയിച്ചു നിൽക്കുന്നു. ഭൂമി ജലത്തെയും, ജലം അഗ്നിയെയും, അഗ്നി വായുവിനെയും, വായു ആകാശത്തെയും, ആകാശം അഹന്തത്വത്തെയും, അഹന്തത്വം മഹന്തത്വത്തെയും, മഹത്തത്വം പ്രകൃതിയെയും, പ്രകൃതി ഈശ്വരനെയും ആശ്രയിച്ചു നിൽക്കുന്നു. ശ്രീനാരായണനാകുന്ന പരമാശ്രയമില്ലെങ്കിൽ ഇവയ്ക്കൊന്നും യഥാസ്ഥാനം നിലനിൽക്കാനോ തങ്ങളുടെ വ്യാപാരങ്ങൾ ചെയ്യാനോ സാധ്യമല്ല. ഈ വസ്തു തന്നെ വൃഷ്ടിരൂപത്തിൽ അറിയുമ്പോൾ ലോകത്തിലുള്ള ശബ്ദാദി വിഷയങ്ങളൊക്കെ ഇന്ദ്രിയങ്ങളെയും, ഇന്ദ്രിയങ്ങൾ മനസ്സിനെയും, മനസ്സ് ബുദ്ധിയെയും, ബുദ്ധി ജീവനെയും, ജീവൻ പരമാവലംബമായ ഈശ്വരനെയും അവലംബിച്ചു നിൽക്കുന്നു. ഈശ്വരനാകുന്ന പരമാവലംബമില്ലെങ്കിൽ ഇവയ്ക്കൊന്നും നിൽക്കാനോ അവയുടെ വ്യാപാരങ്ങൾ ചെയ്യാനോ സാധ്യമല്ല. സുഷുപ്താവസ്ഥയിൽ ഇന്ദ്രിയാദി എല്ലാ കരണങ്ങളും പോയി ലയിക്കുന്നത് ആത്മസ്വരൂപിയായ ഈശ്വരങ്കലാണ്. ജാഗ്രത്തിൽ എല്ലാം ഉണർന്നു വരുന്നതും ആ ഈശ്വരങ്കൽ നിന്നു തന്നെ. ഉദയാസ്തമനങ്ങളുള്ള എല്ലാ വസ്തുക്കളും ഈശ്വരങ്കൽ അസ്തമിച്ച് മറയുകയും ഈശ്വരങ്കിൽ നിന്ന് ഉദിച്ച് പൊന്തുകയും ചെയ്യുന്നു. ഇങ്ങനെ അറിവ്, പ്രകാശം, അവലംബം എന്നീ 3 ധർമ്മങ്ങളെ കൊണ്ട് ഈശ്വരൻ എല്ലാ ജീവികൾക്കും വസ്തുക്കൾക്കും എപ്പോഴും എവിടെയും പരമാശ്രയമായിരിക്കുന്നു എന്ന് പ്രത്യക്ഷത്തിൽ അറിയാവുന്നതാണ്. ഇതുതന്നെ നാരായണ സ്വരൂപിയായ ഈശ്വരൻ്റെ ലോകത്തിലെ സ്ഥിതി സ്വരൂപം എന്ന് പറഞ്ഞ് അവസാനിച്ചപ്പോൾ നിമി ചക്രവർത്തി വീണ്ടും ചോദിച്ചു, കർമ്മയോഗത്തെ ഉപദേശിച്ചു തന്നാൽ കൊള്ളാമെന്നാണ് രാജാവിൻ്റെ 6ാമത്തെ ചോദ്യം. മാത്രമല്ല അതിന് ഒരു ഉപചോദ്യവും ചോദിക്കുന്നുണ്ട്. പണ്ട് ബ്രഹ്മദേവന്റെ മാനസപുത്രന്മാരായ സനകാദികൾ ഒരിക്കൽ അരമനയിൽ വന്നപ്പോൾ ഇതേ ചോദ്യത്തെ അവരോട് ചോദിച്ചതിന് യാതൊരു മറുപടിയും പറയാതെ അവർ പോയി. അങ്ങനെ മറുപടിയൊന്നും പറയാതെ അവർ പോവാൻ എന്താണ് കാരണമെന്ന് അറിയണമെന്നും പറഞ്ഞാൽ കൊള്ളാമെന്നുമാണ് ഉപചോദ്യം. സർവജ്ഞന്മാരും ഈശ്വര സ്വരൂപികളും ബ്രഹ്മപുത്രന്മാരുമായ സനകാദികൾക്ക് അറിയാത്തത് കൊണ്ടാവാൻ വയ്യ. എന്നാൽ പിന്നെ എന്തുകൊണ്ടവർ പറഞ്ഞില്ല? അറിവുള്ളവർ പറഞ്ഞു കൊടുത്താലല്ലേ അറിവില്ലാത്തവർക്ക് അറിയാൻ പറ്റൂ. അപ്പോൾ എന്തോ തക്കതായ കാരണം ഉണ്ടായിരിക്കണം അവർ പറയാതിരിക്കാൻ. അത് എന്താണ്? ഇതാണ് ഉപചോദ്യത്തിൻ്റെ പൂർണ്ണരൂപം. ആവിർഹോത്രൻ എന്ന യോഗീശ്വരനാണ് ഈ ചോദ്യത്തിന് മറുപടി പറയുന്നത്. അദ്ദേഹം പറയുകയാണ്, വേദമാണ് കർമ്മയോഗത്തെ ആദ്യമായി വിധിക്കുകയും വിവരിക്കുകയും ചെയ്തത്. വേദങ്ങളാകട്ടെ ഈശ്വര സ്വരൂപങ്ങളുമാണ്. ഈശ്വരനെ അറിയാൻ എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടോ അത്ര തന്നെ ബുദ്ധിമുട്ടുണ്ട് വേദങ്ങളുടെ ആശയത്തെ ഗ്രഹിക്കാനും. വേദങ്ങൾ പരോക്ഷവാദങ്ങളാണ്. അതിനാൽ ശബ്ദാർത്ഥത്തെ അല്ല വേദങ്ങളിൽ നിന്ന് ഗ്രഹിക്കേണ്ടിയിരിക്കുന്നത്. വാച്യാർത്ഥങ്ങളെ തള്ളി ലക്ഷ്യാർത്ഥങ്ങളെ ഗ്രഹിക്കാറാവണമെങ്കിൽ അത്രമാത്രം വൈദിക സംസ്കാരമുണ്ടാവണം. അതില്ലാത്തവർക്ക് മിക്കപ്പോഴും വൈദിക കർമ്മങ്ങൾ വേണ്ടത്ര ബലപ്പെടുന്നില്ലെന്ന് മാത്രമല്ല ചിലപ്പോൾ അനർത്ഥത്തിന് കാരണമായെന്നുകൂടെ വന്നേക്കാം. അതിനാൽ അറിവുള്ള മഹാത്മാക്കൾ പ്രാകൃതന്മാർക്ക് വൈദിക കർമ്മങ്ങളെ ഉപദേശിക്കാറില്ല.
വൈദിക സംസ്കാരമില്ലാത്തവർക്ക് വേദധർമ്മങ്ങളെ കേട്ടാൽ തന്നെ വേണ്ട പോലെ ധരിക്കാൻ സാധിക്കില്ല. യജ്ഞങ്ങൾ ജന്തുഹിംസയ്ക്കും സോമപാനത്തിനുമുള്ള ഉപാധികളാണെന്ന് അവർ തെറ്റിദ്ധരിക്കുന്നു. ജന്തുഹിംസയും സോമപാനവും കൊണ്ട് ദേവന്മാർ സന്തോഷിക്കുമെന്നും അതുകൊണ്ട് അവരുടെ സർവ്വ അഭിഷ്ടങ്ങളും നിറവേറുമെന്നും കൂടി ബോധിക്കാനിടയാവുന്നു. ഇതിൽ പരം പ്രമാദം മറ്റെന്താണുള്ളത്? അതാനാവുന്ന ജീവന്റെ ജീവത്വമാണ് ബലി കഴിക്കപ്പെടേണ്ട ജന്തുവെന്നും ആത്മനിർവൃതിയാണ് സോമപാനവും ലഹരിയുമെന്നും അറിയാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ യജ്ഞങ്ങളെ കൊണ്ട് ദുരിതമല്ലാതെ മറ്റെന്താണ് കിട്ടാൻ പോകുന്നത്? ഇതാണ് സനകാദി ഋഷികൾ കർമ്മയോഗത്തെ ഉപദേശിക്കാതിരിക്കാൻ കാരണം. എന്നാൽ ഇപ്പോഴും അത് ഉപദേശിക്കാൻ പറ്റിയ സന്ദർഭമായെന്ന് പറഞ്ഞുകൂടാ. എങ്കിലും കർമ്മയോഗത്തിൻ്റെ തന്നെ മറ്റൊരു വിഭാഗമായ ക്രിയാമാർഗത്തെ ഉപദേശിക്കാം. അത്യന്ത ഭക്തി ശ്രദ്ധകളോടെ ഭഗവത് പാദ പൂജയും ജപകീർത്തനങ്ങളും ചെയ്ത് ശുദ്ധി വരുമ്പോൾ ക്രമേണ നിഗൂഢങ്ങളായ വേദാർത്ഥങ്ങളെ ഗ്രഹിക്കാനും കർമ്മയോഗത്തെ ആചരിക്കാനും സാധിക്കും. അറിവോടും ഈശ്വരാർപ്പണ ബുദ്ധിയോടും കൂടി വൈദിക കർമ്മയോഗത്തെ തെറ്റുകൂടാതെ ആചരിക്കുമ്പോൾ അന്ധക്കരണ ശുദ്ധി വന്ന് ഭക്തി ജ്ഞാന വൈരാഗ്യങ്ങൾ വളർന്ന് ക്രമേണ ആത്മസാക്ഷാത്കാരത്തിനും അതുവഴി ജന്മസാഫല്യമായ കൈവല്യത്തിനും അർഹത വരും. അതിനാൽ ക്രിയാമാർഗത്തെ അനുഷ്ഠിക്കൂ എന്ന് പറഞ്ഞ് ഭഗവത് പൂജാവിധിയെ ഉപദേശിക്കുകയാണ് ആവിർഹോത്ര യോഗീശ്വരൻ ചെയ്തത്. അതിനെ കേട്ട് സന്തുഷ്ടനായ രാജാവ് ഭഗവാന്റെ പ്രസിദ്ധങ്ങളായ അവതാരങ്ങൾ എത്രയാണെന്നും അവ ഏതെല്ലാമാണെന്നും ഏതേത് കാലദേശങ്ങളിൽ എന്ത് ഉദ്ദേശത്തിൽ ചെയ്യപ്പെട്ടവയാണെന്നുമാണ് പിന്നീട് ചോദിച്ചത്. ദ്രുമിളൻ എന്ന യോഗീശ്വരനാണ് അതിന് മറുപടി പറയാൻ തുടങ്ങുന്നത്. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. സർവം കൃഷ്ണാർപ്പണം.